ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പല ഡിസീസുകളെ കുറിച്ചിട്ടും പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. HIV, സിഫിലിസ്, ഹെർപ്പസ്, വാർട്ട്, ഗൊണോറിയ, അങ്ങനെ പല ഡിസീസുകളെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് വേറൊരു STD കുറിച്ചിട്ടാണ്. അതിൻ്റെ പേര് ഷാങ്ക്രോയിഡ് എന്നാണ്. ഇത് ഇപ്പോൾ അത്ര കോമൺ അല്ല, എസ്പെഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും തീരെ കോമൺ അല്ല, നമുക്കും ഇവിടെയൊക്കെ അത്ര കിട്ടാറില്ല. എന്നാലും ഇത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയകളിലും ഇപ്പം മറ്റുള്ള ചില ഏരിയകളിൽ നിന്നും എക്സ്പോഷർ ഉണ്ടായിട്ട് വരുന്ന ആളുകളിലൊക്കെ ഇത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ്. അതിൻ്റെ പേര് ഹീമോഫിലസ് ഡൂക്രി എന്നിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള അൾസറുകൾ, അതുപോലെ കയലുകൾ, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇത് ഡയറക്റ്റായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റിൽ കൂടിയാണ് ഈ ഹീമോഫിലസ് ഡൂക്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബാക്ടീരിയ മറ്റൊരാളിലേക്ക് കയറുക. അപ്പോൾ ഈ എക്സ്പോഷറിൻ്റെ സമയത്ത്, ഇൻ്റർകോഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സ്കിന്നിലുണ്ടാകുന്ന ചെറിയ പൊട്ടലുകളിൽ കൂടിയൊക്കെ ഇത് ഉള്ളിലോട്ട് കയറിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാവുക വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഈ അൾസറുകളാണ്. നമ്മുടെ ജെനൈറ്റൽ റീജിയനുകളിലാണ് ഈ അൾസർ വരിക. അപ്പോൾ അതിൻ്റെ ബോർഡർ നോക്കിയാൽ കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ബോർഡർ ആയിരിക്കും. അതിൻ്റെ ബേസ് ഒരു ഗ്രേയിഷ് യെല്ലോ ആയിട്ടുള്ള ബേസ് ആയിരിക്കും. അതുപോലെ ആ ഏരിയയിലുള്ള നാഭിയിലുള്ള കയലകളൊക്കെ വീങ്ങിയിട്ട് അത് ചലം നിറഞ്ഞ ആബ്സസ് പോലെ വീങ്ങി നല്ല പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ഷാങ്ക്രോയിഡ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇനി ചില ആളുകൾക്ക് ഭയമോ ഒന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പോഷർ കഴിഞ്ഞിട്ട് ഒരു 4 to 10 days കഴിയുമ്പോഴേക്കും ഇത് ഉള്ളവർക്ക് വന്നിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു ബാക്ടീരിയയോ വൈറസോ ഒന്നുമല്ല. ഇത് വേറെ ടെസ്റ്റുകൾ പോലും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിനിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ ഇത് ഇങ്ങനെ വന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണിത്. അപ്പോൾ ആ ഏരിയയിൽ സ്കാർസും അതുപോലെ ഫിസ്റ്റുലയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഈ ഷാങ്ക്രോയിഡ് എന്നൊരു അസുഖത്തിനുണ്ട്. ഇതിന് ഡയഗ്നോസിസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെയിൻലി നമ്മൾ ക്ലിനിക്കലി നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ക്ലിനിക്കൽ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ആദ്യ സ്റ്റേജിലൊക്കെ ഈ അൾസർ കുറച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ സിഫിലിസ് ആണോ ജെനൈറ്റൽ ഹെർപ്പസ് ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാറുണ്ട്. അപ്പോൾ ചില ലബോറട്ടറി ടെസ്റ്റുകൾ, കൾച്ചർ, PCR, ഗ്രാം സ്റ്റെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഈ ഹീമോഫിലസ് നമ്മുടെ ബോഡിയിലുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളായിട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് ട്രീറ്റ്മെൻറ്റ് വലിയ കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റുകളൊന്നുമല്ല. അസിത്രോമൈസിന്, സെഫ്ട്രിയാക്സോൺ, എറിത്രോമൈസിന്, സിപ്രോഫ്ലക്സസിന് അങ്ങനെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്താൽ തന്നെ റിസൾട്ട് വരുന്ന ഒരു കണ്ടീഷനാണത്. അപ്പോൾ അതങ്ങനെ നമ്മുടെ HIV പോലെയൊന്നും ഭയക്കേണ്ട ഒരു സംഗതിയല്ല. അതുപോലെ ആബ്സസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചലം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എല്ലാ STDകളും വലിയ രീതിയിൽ ഭയക്കേണ്ട സംഗതികളൊന്നുമല്ല. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും. അത് ചെയ്യാനുള്ള കാരണം അത് ചിലപ്പോൾ നമ്മുടെ സിംറ്റംസ് നോക്കിയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സിംറ്റംസ് ഒക്കെ വേഗമായിരിക്കും. പക്ഷെ ഇതുപോലുള്ള STDs ഒക്കെ കറക്റ്റായിട്ടുള്ള സിംറ്റം ആയിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് എടുത്താൽ അത് കംപ്ലീറ്റ്ലി മാറുന്ന, ക്യൂർ ആവുന്ന ഒരു അസുഖവുമാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ഇതെങ്ങനെ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ, ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ പേഴ്സണലി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഓൾ.